കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിൻ്റെ മധ്യാഹ്നത്തോടടുത്ത നല്ല നിമിഷത്തിൽ നമ്മുടെ പ്രിയ സഹോദരൻ ഷിബുവിൻ്റെയും വാത്സല്യ സഹോദരി നിസിയുടെയും വിശുദ്ധ വിവാഹത്തിൻ്റെ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഈ പകൽക്കാലം ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ കർത്തൃദാസ്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വകുപ്പാൻ സർവശക്തനായ ദൈവം എനിക്കും ഒരുക്കിയ നല്ല മുഖാന്തരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിന് കാരണമായി തീർന്നത് ഇന്നത്തെ നിയുക്ത വരനായിരിക്കുന്ന പ്രിയ ഷിബുവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കർത്തൃവായിൽ അധ്വാനിക്കുന്ന ബിജു വിൽസൺ ഏറിയ ദീർഘവർഷങ്ങൾക്ക് ഒരു സെൻറ്ററിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആത്മീയമായ പ്രവർത്തനത്തിൽ മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്തു. അദ്ദേഹം തിരുവനന്തപുരത്ത് പത്തുകാണി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്തൃബലയുടെ മുഖത്ത് അത് മുന്നേറുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ എനിക്ക് പരിചയപ്പെടുവാനിടയായി. തൻ്റെ സഹോദരൻ്റെ വിവാഹ നിശ്ചയത്തിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ അതിശീഘ്രം കുടുംബ വിമോചനത്തിലേക്ക്, വിവാഹ വിമോചനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് നടുവിൽ ഫലവത്തായി നിലനിൽക്കുന്ന ആത്മീയ കുടുംബമായി ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കും, എന്താ അങ്ങനെ ഞാൻ പങ്കുവച്ചതെന്ന്. വിവാഹത്ത് നടക്കുന്നതിനേക്കാൾ അതിശീഘ്രമായി വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് ഞാൻ പങ്കുവച്ചത്, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും അധികം വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സമയത്ത് ഒരു കുടുംബ കോടതിയെ സമീപിച്ച് വിവാഹമോചനത്തിന് വേണ്ടി അപേക്ഷിപ്പാനിടയായി തീർന്നു. ഭാര്യ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ദൈവമായിട്ടുള്ള കുടുംബജീവിതം ധന്യമായി പോകില്ല, അതുകൊണ്ട് ഇതൊന്ന് വേർപ്പെടുത്തി തരണം. ആയതിന് വെളിച്ചത്തിൽ കേസ് കോടതി ഏറ്റെടുത്തു. കൈകാര്യം ചെയ്യാനായി പ്രഥമ ദിവസം തന്നെ കാരണമാരാഞ്ഞു. ഭാര്യ സഹോദരി പറഞ്ഞ വാക്കിങ്ങനെയാണ്: ഏറിയ 12 വർഷമായി ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട്, പക്ഷെ ഇതുവരെ എൻ്റെ ഭർത്താവ് എന്നോട് എന്ത് ചെയ്തിട്ടില്ല, ഒരു വാക്കും സംസാരിച്ചിട്ടില്ല. ഇത് കേട്ട മാത്രയിൽ പ്രതിയെ വിസ്തരിക്കാൻ തുനിയാതെ 12 വർഷമായിട്ട് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി ഈ കുടുംബം മുൻപോട്ട് പോകേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഡൈവോഴ്സിലേക്ക് നീങ്ങാനായി കാര്യങ്ങൾ ക്രമീകരിച്ചു. പ്രതിഭാഗത്തു നിന്നും പ്രിയപ്പെട്ടവൻ കോടതിയോട് ഇങ്ങനെ പറഞ്ഞു: പ്രതിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഒരു സാവകാശമില്ല, അവസരമില്ലേ, ഡൈവോഴ്സിലേക്ക് നീങ്ങിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഭാഗം കൊണ്ടൊന്ന് കേൾക്കണം, അത് നീതിയല്ലേ എന്ന് ചോദിച്ചു. കോടതി അനുവദിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാനായിട്ട് തയ്യാറായി. അപ്പം അദ്ദേഹം പറയുക, കഴിഞ്ഞ 12 വർഷമായി ഞാൻ വിവാഹം നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഈ 12 വർഷമായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഭാര്യയോടൊരു വാക്ക് പറയാൻ. അവൾ നിർത്തിയിട്ട് വേണ്ടേ എനിക്കൊരു വാക്ക് പറയാൻ? മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കുടുംബജീവിതത്തിൻ്റെ സ്ഥാപകൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബജീവിതം ശ്രേഷ്ഠവും മാന്യവുമാണ്. ഒരു മനുഷ്യൻ്റെയും അന്തരംഗത്തിൽ ഉരുത്തിരിഞ്ഞ ആശയമല്ല കുടുംബജീവിതം എന്നുള്ളത്. ഇതിനടിസ്ഥാനപ്പെട്ടത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ സാക്ഷി നിർത്തി, ദൈവത്തെ മുൻനിർത്തി ദൈവിക ഉപദേശങ്ങൾ തിരിച്ചറിഞ്ഞ കുടുംബജീവിതത്തിന് അടിസ്ഥാനമിടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ നാം തയ്യാറാവുമെങ്കിൽ ദൈവം ധന്യമായ ഉത്തമ ക്രിസ്തീയ കുടുംബജീവിതം തികച്ചെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിപ്പാനിടയായിത്തീരും. നമുക്ക് ഉപോത്ബലകമായി ഉത്തമ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം ദിനം പ്രതി വായിച്ച് ഒരു ഉത്തമ ഭർത്താവ് എങ്ങനെ ഒരു ജയകരമായ കുടുംബജീവിതം കൊണ്ടുപോകാൻ കഴിയുമെന്ന് തിരുവെഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ തികച്ചെടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവസാനിപ്പിക്കുന്നത്: 2 മനുഷ്യൻ വീട് പണിയുവാൻ മുൻപോട്ട് ഇറങ്ങി. ഇതിൽ ഒരുവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു, അപരൻ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു. 2 വീട് പണിയും ഭംഗിയായി പൂർത്തീകരിപ്പാനിടയായി. പക്ഷേ വേഗം തീർന്നത് ബുദ്ധിഹീനനായ മനുഷ്യൻ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത പണി വേഗം കഴിഞ്ഞു. ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്തു? തിരുവഴുത്തിൻ പ്രകാരം, വചനപ്രകാരം ദൈവസന്നിധിയിൽ വീട് പണിയുവാനായി തുനിഞ്ഞു. അവൻ പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിതു.
മണലിന്മേലുള്ള പണി എളുപ്പമാണ്. പെട്ടെന്ന് മണ്ണൽപ്പം മാറ്റി വാനമെടുത്തിട്ട് റബിളിട്ട് കല്ലിട്ട് നമുക്ക് പെട്ടെന്ന് അത് പണിതെടുക്കാൻ കഴിയും. പക്ഷെങ്കിൽ അടിസ്ഥാനം പാറമേലിടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആഴത്തിൽ ഫൗണ്ടേഷൻ എടുക്കാൻ എന്ത് ചെയ്യണം? കുഴിയെടുക്കണം. കഴിഞ്ഞ ദിവസത്തിലെ പേമാരി പെയ്തിറങ്ങി ഹിമാചൽ പ്രദേശത്തിലെ മഴ മീഡിയയിലൂടെ കാണുവാനിടയായിത്തീർന്ന് കണ്ടപ്പോൾ എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായി. ഒടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ആധിക്യത്താൽ കടപൊഴുകി വീഴുന്ന അവസ്ഥ, തകർന്ന് താളടിയായിത്തീരുന്ന അവസ്ഥ കാണുവാനിടയായി. ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ ഉപമ വളരെ വ്യക്തമായി ചിന്തിപ്പാനിടയായിത്തീർന്നു. കാരണം മണലുമേൽ വീട് പണിയുന്ന പണി പ്രതികൂലത്തിൻ്റെ നടുവിൽ നിലനിൽപ്പാൻ കഴിയാതെ അടിസ്ഥാനം അടക്കം ഉടഞ്ഞു മാറിപ്പോകുമ്പോൾ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ഭക്തന്റെ വീട് പണി പ്രതികൂലത്തിൻ്റെ നടുവിൽ ഉറച്ചു നിൽപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ വാത്സല്യ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ഉപദേശങ്ങൾക്ക് അടിസ്ഥാനം വിട്ടുകൊണ്ട് ക്രിസ്തുവാകുന്ന പാറമേൽ വീട് പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ തകരാതെ തളരാതെ അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഉത്തമ ക്രിസ്തീയ കുടുംബജീവിതം തികച്ചെടുക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിപ്പാൻ കർത്താവ് ശാന്തപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരുടെയെങ്കിലും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കുടുംബജീവിതത്തിന് ഫൗണ്ടേഷൻ അടിസ്ഥാനമിട്ടിരിക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതം പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കൂ. നമ്മയും പണിതെടുക്കുവാൻ കരുത്തുള്ളൊരു കർത്താവിൻ്റെ സന്നിധിയിലത്രേ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ വാത്സല്യ കുടുംബം വരും ദിനങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ, വരുന്ന ദിവസങ്ങളിൽ ക്രമീകരിക്കപ്പെട്ട ദിനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലകൾ കുടുംബജീവിതത്തിലേക്ക് ദൈവം നയിക്കേണ്ടതിന് ആ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, ഈ പ്രിയ കുടുംബത്തെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുണർത്തി എല്ലാവിധ സ്വർഗീയ ആശംസകളും പങ്കുവെച്ചുകൊണ്ട് അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.